കാലം മുന്നോട്ടു നീങ്ങി. യഹൂദയായുടെ മരുഭൂമിയിൽ ഒരു ശക്തമായ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. ആ ശബ്ദം ഒരു രാജാവിൻ്റേതല്ലായിരുന്നു, ഒരു പ്രവാചകന്റേതായിരുന്നു. അവന്റെ പേര് സ്നാപക യോഹന്നാൻ. അവന്റെ ജീവിതം സാധാരണക്കാരുടേതുപോലെ ആയിരുന്നില്ല. അവൻ ഒട്ടകത്തിന്റെ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. അവന്റെ അരയിൽ തോൽ കൊണ്ടുള്ള കെട്ടുണ്ടായിരുന്നു. അവൻ നഗരങ്ങളിൽ താമസിച്ചിരുന്നില്ല, മരുഭൂമിയിലായിരുന്നു അവന്റെ ജീവിതം. അവന്റെ ഭക്ഷണം വെട്ടിക്കിളികളും കാട്ടുതേനുമായിരുന്നു. പക്ഷേ അവന്റെ വാക്കുകൾ ശക്തമായിരുന്നു. അവൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം അടുത്തിരിക്കുന്നു. അവന്റെ വാക്കുകൾ കേട്ട് ജെറുസലേമിൽ നിന്നും യഹൂദയായിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവന്റെ അടുത്തേക്കെത്തി. വലിയ ജനക്കൂട്ടം ജോർദാൻ നദിയുടെ തീരത്ത് കൂടിയിരുന്നു. അവർ അവരുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ചു. അവരവരുടെ പാപങ്ങൾ സമ്മതിച്ചു. അപ്പോൾ യോഹന്നാൻ അവരെ ജോർദാൻ നദിയിൽ സ്നാനം കൊടുത്തു. ഇതൊരു സാധാരണ കുളിയല്ലായിരുന്നു. സ്നാനമെന്നത് പഴയ പാപ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി പുതിയ ജീവിതം ആരംഭിക്കുന്നതിനുള്ള മാനസാന്തരത്തിന്റെ അടയാളമായിരുന്നു. മനുഷ്യൻ വെള്ളത്തിലിറങ്ങി വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ അത് പുതിയ ജീവിതത്തിന്റെ പ്രതീകമായി കരുതപ്പെട്ടു. പക്ഷെ യോഹന്നാൻ ജനങ്ങളോട് പറഞ്ഞു, എന്റെ ശേഷം ഒരുവൻ വരുന്നു, അവൻ വലിയവനാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ജനങ്ങൾ തമ്മിൽ ചോദിച്ചു, അവൻ ആരാണ്? അവർ പോലും അറിയാതെ തന്നെ ലോകം ഒരു വലിയ നിമിഷത്തിന് സാക്ഷിയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു ദിവസം യേശു ജോർദാൻ നദിയുടെ തീരത്തേക്കെത്തി. അപ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സുണ്ടാകും. അവൻ യോഹന്നാനെ സമീപിച്ച് സ്നാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് യോഹന്നാൻ അത്ഭുതപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാനാണ് നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടത്, എന്നിട്ട് നീയോ എൻ്റെ അടുക്കൽ വരുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, ഇതിങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാനിത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ യോഹന്നാൻ സമ്മതിച്ചു. യേശു ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചു. അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെട്ടു. ആകാശത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ ദിവസം ജോർദാൻ നദിയുടെ തീരത്ത് ലോകത്തെ മാറ്റാൻ പോകുന്ന പുതിയ ദൗത്യത്തിന്റെ തുടക്കം കുറിച്ചു.